സംസ്ഥാനത്തുണ്ടായ വെള്ളപ്പൊക്കക്കെടുതിയെ തുടർന്ന് 19,512 കോടി രൂപയുടെ നാശനഷ്ടം ഉണ്ടായതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ദുരന്തം നേരിടാൻ കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് 600 കോടി രൂപ അടിയന്തര സഹായം അനുവദിച്ചതായും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രശ്നമുള്ള പ്രദേശങ്ങളിൽ പ്രത്യേക പരിഗണന നൽകിയുള്ള രക്ഷാപ്രവർത്തനമാണ് നടക്കുന്നതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. വെള്ളപ്പൊക്കവും കെടുതികളും നേരിടുന്നതിനായി സംസ്ഥാനം 2000 കോടി രൂപ ആവശ്യപ്പെട്ടതായും കേന്ദ്ര സർക്കാർ 600 കോടി രൂപ അനുവദിച്ചതായും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. പ്രശ്നത്തിന്റെ ഗൗരവം പ്രധാനമന്ത്രി ധരിപ്പിച്ചിട്ടുണ്ട്. 19,512 കോടി രൂപയുടെ നാശനഷ്ടമുണ്ടായതായിട്ടാണ് പ്രാഥമിക കണക്കെടുപ്പിൽ വ്യക്തമായത്. ഇത് കണക്കിലെടുത്ത് 20,000 കോടി രൂപയുടെ സഹായം സംസ്ഥാനം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്നത്തെ രക്ഷാപ്രവർത്തനത്തിൽ 22 ഹെലികോപ്റ്ററുകളും 83 നേവി ബോട്ടുകളും 169 NDRF ടീമുകളുടെ ബോട്ടുകളും 5 BSF ടീമും 35 കോസ്റ്റ് ഗാർഡ് ബോട്ടുകളും 25 ആർമി എഞ്ചിനീയറിംഗ് ടീമും പങ്കാളികളായി. ഫയർഫോഴ്സും പോലീസും സജീവമായി രംഗത്തുണ്ട്. 600ഓളം മത്സ്യത്തൊഴിലാളി ബോട്ടുകളും രക്ഷാദൌത്യത്തിൽ പങ്കാളികളായി. ഇതിനു പുറമെ ബഹുജനങ്ങളും വിവിധ സ്ഥാപനങ്ങളും സംഘടനകളും രക്ഷാപ്രവർത്തനത്തിൽ സജീവമായി മുഴുകുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഓഖി ദുരിതാശ്വാസത്തിലെന്ന പോലെ ഈ പ്രവർത്തനത്തിലും കേന്ദ്ര സംസ്ഥാന ഏജൻസികൾ യോജിച്ചു നിന്നുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. കേന്ദ്രസേനകൾ സജീവമായി രംഗത്തുണ്ട്. പ്രശ്നമുള്ള പ്രദേശങ്ങളിൽ പ്രത്യേക പരിഗണന നൽകിയുള്ള രക്ഷാപ്രവർത്തനമാണ് ഇന്ന് നടന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ എവിടെയെങ്കിലും ആരെങ്കിലും കുടുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ബന്ധപ്പെട്ട കൺട്രോൾ റൂമിലോ അധികൃതരെയോ അറിയിച്ചാൽ ആവശ്യമായ രക്ഷാപ്രവർത്തനങ്ങൾ നടത്താനുള്ള സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ദുരന്തത്തിന്റെ ഈ കാലഘട്ടത്തിൽ ജനങ്ങളിൽ ആത്മവിശ്വാസം ഉണ്ടാക്കുകയാണ് പരമപ്രധാനമെന്നും സംസ്ഥാനത്ത് ഭക്ഷ്യദൗർബല്യമുണ്ടായി എന്നത് കള്ളക്കഥയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വ്യക്തമായ കോർഡിനേഷൻ സംസ്ഥാനത്ത് നടക്കുന്നുണ്ട്. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്ന് പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നുണ്ടെന്നും തുടർ പ്രവർത്തനങ്ങൾ മാധ്യമങ്ങളിലൂടെ ജനങ്ങളെ അറിയിക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഇടുക്കി, പത്തനംതിട്ട, എറണാകുളം ജില്ലകളിൽ റെഡ് അലർട്ട് പിൻവലിച്ചു. 3 ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. അതേസമയം രാവിലെ മുതൽ റെസ്ക്യൂ ഓപ്പറേഷൻ ആരംഭിച്ചു. വിവരങ്ങൾ ഷീജ നൽകും. ഷീജ, പൊതുവിൽ തെളിഞ്ഞ അന്തരീക്ഷത്തിലേക്ക് കേരളം എത്തുന്നുണ്ടോ? എന്താണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പങ്കുവയ്ക്കാൻ കഴിയുന്ന വിശദാംശങ്ങൾ? സംസ്ഥാനത്ത് പൊതുവിൽ സ്ഥിതിഗതികൾ ശാന്തമാവുകയാണ്. എല്ലാ ജില്ലകളിലെയും റെഡ് അലർട്ട് ഈ ഘട്ടത്തിൽ പിൻവലിച്ചതായുള്ള ശുഭകരമായ വാർത്തയാണ് കേരളത്തിന് ഉള്ളത്. 11 ജില്ലകളിൽ ഇനി ഓറഞ്ച് അലർട്ട് മാത്രമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. സ്ഥിതിഗതികൾ ഗൗരവമുള്ളതല്ല, ശാന്തമായിരിക്കുന്നു. തെളിഞ്ഞ അന്തരീക്ഷത്തിലേക്കും മാനസികാവസ്ഥയിലേക്കും കേരളം മടങ്ങിയെത്തുന്നു. രക്ഷാപ്രവർത്തനങ്ങൾ ഊർജിതമായി തുടരുന്നു. അപകടങ്ങൾ ഇനി റിപ്പോർട്ട് ചെയ്യില്ല എന്ന നിലയിൽ തന്നെയാണ് രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. ദേശീയ ദുരന്ത നിവാരണ സേനയും സൈന്യത്തിൻ്റെ വിവിധ വിഭാഗങ്ങളും ഒപ്പം കേരളത്തിൻ്റെ വിവിധ സൈന്യങ്ങളും സംയുക്തമായി വിവിധയിടങ്ങളിൽ രക്ഷാപ്രവർത്തനം ഊർജിതമായി തുടരുകയാണ്. പ്രളയക്കെടുതിയിൽ പലയിടങ്ങളിലും കുടുങ്ങിക്കിടക്കുന്ന ഒറ്റപ്പെട്ട നിലയിൽ കഴിയുന്ന ആളുകളെ റെസ്ക്യൂ ചെയ്യുക എന്ന വലിയ മിഷനാണ് ഇപ്പോൾ രക്ഷാ സൈന്യം ഏറ്റെടുത്തിരിക്കുന്നത്. ഇടുക്കി, പത്തനംതിട്ട, എറണാകുളം ജില്ലകളിലായിരുന്നു ഇന്നലെ അർദ്ധരാത്രിക്ക് ശേഷവും റെഡ് അലേർട്ട് ജാഗ്രതാ നിർദ്ദേശം ഉണ്ടായിരുന്നത്. എന്നാൽ പുലർച്ചയോടുകൂടി 3 ജില്ലകളുടെ റെഡ് അലേർട്ട് കൂടി പിൻവലിക്കുകയായിരുന്നു. നിലവിൽ 11 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് മാത്രമാണുള്ളത്. അതായത് സ്ഥിതിഗതികൾ കൂടുതൽ ഗുരുതരമല്ല എന്ന നിലയിൽ കാര്യങ്ങളെത്തുന്നു. പ്രളയം ദുരന്തം വിതച്ച ആദ്യഘട്ടത്തിൽ തന്നെ രക്ഷാപ്രവർത്തനത്തിൽ സജീവമായുള്ളത് മത്സ്യത്തൊഴിലാളികളാണ്. ആയിരക്കണക്കിന് ജീവനുകളാണ് ഇതിനോടകം അവർ രക്ഷപ്പെടുത്തിയത്. പരാതികളോ പരിഭവമോ ഇല്ലാതെ ഇപ്പോഴും ദുരന്തമുഖത്ത് രക്ഷാപ്രവർത്തനം തുടരുകയാണ് അവർ. ഷാജഹാൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കുട്ടനാട്ടിലും അതോടൊപ്പം തന്നെ അപ്പർ കുട്ടനാട്ടിലും രക്ഷാപ്രവർത്തനം നടത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിരിക്കുന്നത് നമ്മുടെ മത്സ്യത്തൊഴിലാളികളാണ്. അവർ തങ്ങളുടെ ജോലിയും മറ്റ് കൂലിയും ഒക്കെ ഉപേക്ഷിച്ചുകൊണ്ടാണ് ഇപ്പോൾ കുട്ടനാട്ടിൽ രക്ഷാപ്രവർത്തനം നടത്തി വരുന്നത്. നിങ്ങളിപ്പോൾ കുട്ടനാട്ടിൽ എത്രത്തോളം ആൾക്കാരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്? ഇപ്പോഴും ഇന്നത്തെ ദിവസം ഒരു 6 മണിയപ്പോൾ പോയതാണ്. 6 മണിയപ്പോൾ വിട്ടു പോയതാണ്. ഒരു 100-300ഓളം പേരെ ഞങ്ങൾ പിന്നെ ബോട്ടുകളിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കയറ്റി വിട്ട് കഴിഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന ലാസ്റ്റ് ടീമിന് ഒരു കുടുംബം ഉണ്ടായിരുന്നു. അവരെയും കൊണ്ടാണ് ഞങ്ങളിപ്പോൾ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ സ്റ്റാൻഡിലെത്തിയിരിക്കുന്നത്. നിങ്ങൾ ഈ മത്സ്യത്തൊഴിലാളികൾ എത്രത്തോളം ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട് നമ്മുടെ ആലപ്പുഴയിൽ? ഒരു കണക്കെടുക്കാൻ പറ്റത്തില്ല. അതിൻ്റെ കണക്കെന്ന് പറയുമ്പോൾ കളക്ട്രേറ്റിലേ ഉള്ളൂ. കളക്ട്രേറ്റിൽ വന്ന് നമ്മൾ അവിടെ
ഏകദേശം ഒരു 10-300 വെള്ളി വരുമെന്ന് തോന്നുന്നു. ഒരുപാട് വള്ളങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ കുട്ടനാട്ടിലോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഈ സ്ഥലങ്ങളൊക്കെ മനസ്സിലാവും ആൾക്കാരെ രക്ഷപ്പെടുത്താനായിട്ട്? അവിടെ പിന്നെ നാട്ടുകാർ ആരെങ്കിലും ഒക്കെ കാണും, കൈ കാണിക്കും, അവർ പിന്നെ വള്ളത്തിൽ വന്ന് കയറും, അവരുമായിട്ടാണ് പോകുന്നത്. അവരുമായിട്ട് വന്ന് പോയാണ് ഓരോ ആളുകളെ രക്ഷപ്പെടുത്തുന്നത്. ഇപ്പോൾ ഈ വെള്ളത്തിൽ നിങ്ങൾക്ക് പരിചയമുണ്ടോ? സാധാരണ കടൽ പോലെ അല്ലല്ലോ ഇപ്പോൾ ഈ കായൽ. അപ്പോൾ ഇവിടെ വന്ന് നിങ്ങൾ രക്ഷാപ്രവർത്തനം നടത്തുമ്പോഴത്തേക്ക്? അല്ല, ഞങ്ങൾ എന്തായാലും കടലിൽ സ്ഥിരം പോകുന്ന ആളുകളാണല്ലോ. അപ്പം ഞങ്ങൾക്ക് അതുകൊണ്ട് വെള്ളം വലിയ ഇതായിട്ട് തോന്നിയിട്ടില്ല. എന്നാലും ഇതുണ്ട്. നിങ്ങളെല്ലാവരും ഇപ്പം ഈ രക്ഷാപ്രവർത്തനത്തിനായിട്ട് വന്നിട്ടുള്ളവരാണ്? എല്ലാവരുമായിട്ടുള്ള അവരൊക്കെ അതിലൊക്കെ വന്നിട്ടിരിക്കുന്നത്. അവരെവിടെ നിന്നുള്ളവർ? അവർ പറവൂർ പടിഞ്ഞാറല്ലേ, പുന്നപ്ര. അപ്പോൾ നിങ്ങളൊക്കെ എവിടെ നിന്നാണ് വന്നേക്കുന്നത്? ഞങ്ങൾ ആലപ്പുഴ ബീച്ച് വന്നു. ഇത്തരത്തിൽ നൂറുകണക്കിനുള്ള മത്സ്യത്തൊഴിലാളികളാണ് കുട്ടനാട്ടിൽ എത്തിയിരിക്കുന്നത്. കുട്ടനാട്ടിൽ മാത്രമല്ല, അപ്പർ കുട്ടനാടൻ പ്രദേശങ്ങളിലും എത്തിയിരിക്കുന്നു. ഇവരുടെ രക്ഷാപ്രവർത്തനമാണ് കൂടുതൽ ആൾക്കാരെ കരയിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നത്. കാരണം തങ്ങളുടെ ജോലി പോലും ഉപേക്ഷിച്ചുകൊണ്ട് അവരുടെ വള്ളത്തിൽ നമ്മൾ ഇന്ധനം മാത്രം അടിച്ചു കൊടുക്കുക, ഇതാണ് അവരുടെ ആകപ്പാടെയുള്ളൊരു അവകാശം. ഇത്തരത്തിലുള്ള ഇന്ധനം മാത്രം അടിച്ചു കൊടുത്തത് കൊണ്ടിട്ട് മാത്രമാണ് ഇവരിപ്പോൾ കുട്ടനാട്ടിലും അതോടൊപ്പം തന്നെ അപ്പർ കുട്ടനാടൻ പ്രദേശങ്ങളിലുമൊക്കെ തന്നെ രക്ഷാപ്രവർത്തനം നടത്തി വരുന്നത്. ഏതാണ്ട് 50,000-ഓളം പേരെ മാത്രം ഇന്ന് ആലപ്പുഴ കുട്ടനാട്ടിൽ നിന്നും കരയിലേക്ക് എത്തിക്കാൻ സാധിച്ചു. അതിൽ പകുതിയിലധികം പേരെയും രക്ഷപ്പെടുത്തി കൊണ്ടുവന്നിരിക്കുന്നത് ഇത്തരത്തിലുള്ള മത്സ്യത്തൊഴിലാളികളാണ്. ഷാജഹാൻ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് നമ്മൾ കണ്ടത്. ഇടുക്കി, പത്തനംതിട്ട, എറണാകുളം ജില്ലകളിൽ റെഡ് അലേർട്ട് പിൻവലിച്ചു. 3 ജില്ലകളിലും ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു. അതേസമയം രാവിലെ മുതൽ റെസ്ക്യൂ ഓപ്പറേഷൻ ആരംഭിച്ചു. വിവരങ്ങൾ ഷീജ നൽകും. ഷീജ, തെളിഞ്ഞ അന്തരീക്ഷത്തിലേക്ക് കേരളം വരികയാണോ? കേരളത്തിന്റെ മനസ്സും സാഹചര്യവും കൂടുതൽ ആത്മവിശ്വാസം വീണ്ടെടുക്കുകയാണോ? ഏറ്റവും ഒടുവിലത്തെ വിശദാംശങ്ങൾ. ആനന്ദ്, സംസ്ഥാനത്തേതായാലും കാലാവസ്ഥയിൽ വന്നിട്ടുള്ള മാറ്റം ഏറെ ഗുണകരമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ നമുക്ക് ഉള്ളത്. പ്രത്യേകിച്ചും അത് രക്ഷാപ്രവർത്തനത്തിന് കൂടുതൽ അനുകൂലമായ ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. ഈ ഒരു കാലാവസ്ഥ, പ്രത്യേകിച്ചും ശക്തമായ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. നമുക്കറിയാം, കഴിഞ്ഞ 2 ആഴ്ചയായി അതിശക്തമായ മഴയെ തുടർന്ന് സംസ്ഥാനം ഇതുവരെ നേരിടാത്ത തരത്തിലുള്ള ഒരു പ്രളയത്തെയാണ് സംസ്ഥാനം നേരിട്ടുകൊണ്ടിരുന്നത്. ഈ ഒരു ഘട്ടത്തിൽ ഇത്തരത്തിൽ മഴയിൽ വന്നിട്ടുള്ള ഒരു കുറവ്, അതിന്റെ തീവ്രത കുറഞ്ഞതോടുകൂടി പല മേഖലകളിൽ നിന്നും വെള്ളം ഇറങ്ങുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടുതൽ രക്ഷാപ്രവർത്തനം ഊർജിതമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നടപടികൾ തന്നെയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോഴേതായാലും രാവിലെ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ വേറെ ഉന്നതതല യോഗം ചേർന്നിരുന്നു. ഇതിൽ കാര്യക്ഷമമായ രീതിയിൽ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പത്തനംതിട്ടയിൽ തന്നെ ചെങ്ങന്നൂർ, പാണ്ടനാട് മേഖലകളിൽ വെള്ളം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ആ പ്രദേശത്ത് കൂടുതൽ പേർ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത്തരത്തിൽ അവിടെ ഉൾപ്പെട്ട് കിടക്കുന്നവരെ രക്ഷിച്ച് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ എത്തിക്കാനുള്ള നടപടികൾ അതും ഊർജിതമാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ചും കൂടുതൽ ബോട്ടുകളിൽ, മത്സ്യത്തൊഴിലാളികളുടെ ബോട്ടുകളിൽ എത്തിക്കൊണ്ടുള്ള ഒരു രക്ഷാപ്രവർത്തനമാണ് പുരോഗമിക്കുന്നത്. മറ്റ് പല മേഖലകളിലും ഹെലികോപ്റ്ററിലും എത്തി ഉള്ള രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഭക്ഷണ സാധനങ്ങൾ ക്യാമ്പുകളിൽ എത്തിക്കുന്ന നടപടിയും പൂർത്തിയായി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനു പുറമെയാണ് പല സ്ഥലങ്ങളിൽ നിന്നും ഇത്തരത്തിൽ ഹെലികോപ്റ്ററുകളിൽ ആൾക്കാർ തിരിച്ച് അവിടെ നിന്ന് കയറാനുള്ള ഒരു വിമുഖത പ്രകടിപ്പിക്കുന്നു. ആ പ്രദേശങ്ങളിൽ, ആ വീടുകളിൽ കൂടുതൽ ഭക്ഷ്യസാധനങ്ങൾ എത്തിച്ചുകൊണ്ടാണ് ഹെലികോപ്റ്റർ അവിടെ നിന്നും മടങ്ങുന്നത്. ഏതായാലും കാലാവസ്ഥയിൽ ഇപ്പോൾ വലിയ മാറ്റമാണ് വന്നിരിക്കുന്നത്. സംസ്ഥാനത്ത് ഇന്ന് കൊല്ലം, തിരുവനന്തപുരം, കൊല്ലം, തിരുവനന്തപുരം, കാസർഗോഡ് ഈ 3 ജില്ലകൾ ഒഴിച്ച് ഉള്ള ബാക്കി 11 ജില്ലകളിലും ഓറഞ്ച് അലേർട്ടാണ് നിലനിൽക്കുന്നത്. ഈ ഒരു ഓറഞ്ച് അലേർട്ടിന്റെ സമയത്ത് കനത്ത മഴ ആ ജില്ലയിൽ വ്യാപകമായല്ല, ഒറ്റപ്പെട്ട ചില പ്രദേശങ്ങളിൽ മാത്രമായിരിക്കും ഉണ്ടാവുക. ഏതായാലും ഇന്ന് കഴിയുകയാണെങ്കിൽ, ഇന്ന് കഴിഞ്ഞാൽ നാളെയോടുകൂടി കൂടുതൽ മഴ ആ രീതിയിൽ ഒട്ടും തീവ്രത ഇല്ലാത്ത രീതിയിൽ തന്നെ ഉണ്ടാകും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. കനത്ത മഴയ്ക്ക്, അതായത് തീവ്രമായ മഴയ്ക്ക് ഇതോടുകൂടി ശമനമാകുന്നു എന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായി എല്ലാ തരത്തിലുമുള്ള തുടർ രക്ഷാപ്രവർത്തനങ്ങൾ, ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഒക്കെ എത്രയും വേഗത്തിൽ തന്നെയാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ മറ്റൊരു കാര്യം ട്രെയിൻ ഗതാഗതത്തിന്റെ കാര്യമാണ്. കോട്ടയം, തിരുവനന്തപുരത്ത് നിന്നും എറണാകുളം വരെയുള്ള ട്രെയിൻ ഗതാഗതം കോട്ടയം വഴിയുള്ളത് റദ്ദാക്കിയിരിക്കുന്നു.
മുടങ്ങിയിരിക്കുകയായിരുന്നു. ഇന്നിപ്പോൾ അത് ഭാഗികമായി പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. നേരത്തെ ആലപ്പുഴ വഴിയുള്ള പ്രത്യേക ട്രെയിനുകൾ മാത്രമാണ് സർവീസ് നടത്തിയിരുന്നത്. ഇവിടെ ആ രീതിയിൽ തുടരുന്നതായിരിക്കും. കോട്ടയം വഴിയുള്ള സർവീസ് ഇപ്പോൾ ഭാഗികമായി പുനരാരംഭിച്ചിട്ടുണ്ട്. KSRTCയും കൂടുതൽ സർവീസുകൾ ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ രീതിയിൽ ഏതായാലും പഴയ ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആനന്ദ്, ഷിജ, ഈ ഘട്ടത്തിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രവർത്തിക്കുന്ന സെക്രട്ടേറിയറ്റ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ദുരന്ത നിവാരണ സെല്ലിന്റെ പ്രവർത്തനങ്ങൾ, കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നത് എങ്ങനെയാണ്? അതിന്റെ വിശദാംശങ്ങൾ കൂടി പങ്കുവയ്ക്കാമോ? തീർച്ചയായും തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലുള്ള 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന മോണിറ്ററിംഗ് സെല്ലിലൂടെ തന്നെയാണ് കാര്യങ്ങൾ എല്ലാം ഏകോപിപ്പിക്കുന്നത്. മുഖ്യമന്ത്രി ഇവിടെ ഇടയ്ക്കിടയ്ക്ക് കൃത്യമായി ഓരോ മണിക്കൂറുകൾ കൂടുമ്പോൾ തന്നെ കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉന്നതതല യോഗവും ചേർന്നിരുന്നു, കാര്യങ്ങൾ വിലയിരുത്തിയിരുന്നു. ഈ മോണിറ്ററിംഗ് സെല്ലിലൂടെ പ്രധാനമായും അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ആണ് ഈ ഒരു സെല്ല് പ്രവർത്തിക്കുന്നത്. ഇവിടെ ഓരോ ജില്ലകളിലെയും സ്ഥിതിഗതികൾ എന്താണ് എന്നുള്ളത് കൃത്യമായി വിലയിരുത്തപ്പെടുന്നുണ്ട്. ഓരോ ജില്ലയിലും ഏത് രീതിയിലുള്ള രക്ഷാപ്രവർത്തനമാണ് നടത്തേണ്ടത്, ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളാണ് നടത്തേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഒക്കെ തന്നെ ഈ സെല്ല് മുഖാന്തരം നിരീക്ഷിച്ചു വരികയാണ്. ഇനി ഓരോ പ്രദേശങ്ങളിലും ഏത് രീതിയിലുള്ള ഒരു കൂടുതൽ പ്രവർത്തനമാണ് വേണ്ടത് എന്നുള്ള കാര്യവും ഏതായാലും ഈ സെല്ല് മുഖാന്തരം ആ രീതിയിലുള്ള വിലയിരുത്തലുകൾ ഒക്കെ തന്നെ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ചില ക്യാമ്പുകളിൽ ഭക്ഷണം എത്തുന്നതിന് ചില പ്രശ്നങ്ങൾ ചില ഭാഗത്തു നിന്നും ചൂണ്ടിക്കാട്ടിയിരുന്നു. അതുകൊണ്ട് ആ പ്രദേശങ്ങളിൽ കൂടുതൽ ഭക്ഷണം എത്തിക്കണം. പലയിടത്തും വാഹനങ്ങൾ സർവീസ് നടത്താൻ പറ്റാത്ത ഒരു സാഹചര്യം നിലനിന്നിരുന്നു. പ്രത്യേകിച്ചും റോഡുകൾ പൂർണ്ണമായി തകർന്നുപോയ പ്രദേശങ്ങളിൽ അവിടങ്ങളിലെല്ലാം എത്രയും വേഗം ഭക്ഷണം എത്തിക്കാനുള്ള നടപടികളും ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ആനന്ദ്, ഷീജയാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും സംസ്ഥാനത്തെ പൊതുവിലുള്ള അന്തരീക്ഷം തെളിഞ്ഞ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരികയാണ്. വലിയ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് കേരളം ഈ പ്രളയത്തെ ഒറ്റക്കെട്ടായി നേരിടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട മറ്റു വാർത്തകൾ നോക്കാം. പ്രളയക്കെടുതിയിൽ കനിവ് തേടുന്ന പിറന്ന നാടിനെ നെഞ്ചോട് ചേർത്ത് മുംബൈ മലയാളികളും. കുടിവെള്ളവും ഭക്ഷണ സാധനങ്ങളും വസ്ത്രങ്ങളും അടങ്ങുന്ന നിത്യോപയോഗ സാധനങ്ങളുമായി മുംബൈയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന നിരവധി പേരാണ് വാഷി കേരള ഹൗസിലേക്ക് ഒഴുകിയെത്തിയത്. ഇവയെല്ലാം കപ്പൽ, വിമാന, റോഡ് മാർഗങ്ങളിലൂടെ കേരളത്തിലേക്ക് പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്രയും ഭയാനകമായ ഒരു ദുരന്തം നേരിട്ടിട്ടുണ്ടോ എന്ന് സംശയമാണ്. പ്രളയക്കെടുതിയിൽ കനിവ് തേടുന്ന പിറന്ന നാടിനെ നെഞ്ചോട് ചേർത്ത് സ്വാന്തനമേകുകയാണ് നഗരത്തിലെ മലയാളികൾ. വ്യക്തികൾ, സംഘടനകൾ, വ്യവസായികൾ എന്നുവേണ്ട മലയാളി എന്ന വികാരം മനസ്സിൽ സൂക്ഷിക്കുന്ന എല്ലാവരും ഒരേ മനസ്സോടെ ഒറ്റക്കെട്ടായി പെറ്റമ്മയായ കേരളത്തെ ദുരിതക്കയത്തിൽ നിന്നും കരകയറ്റുവാൻ പരമാവധി സഹായങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുംബൈയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഭക്ഷണവും വെള്ളവും വസ്ത്രങ്ങളും അടങ്ങുന്ന ട്രക്കുകൾ വാഷി കേരള ഹൗസിലേക്ക് ഒഴുകിയെത്തുകയാണ്. വിവിധ സംഘടനകൾ, സ്ഥാപനങ്ങൾ, വ്യക്തികൾ, വീട്ടമ്മമാർ, കുട്ടികൾ കൂടാതെ സന്നദ്ധ സംഘടനകളും ഒറ്റക്കെട്ടായി ജന്മനാടിന് സ്വാന്തനമേകാൻ പരിശ്രമിക്കുന്ന കാഴ്ചയ്ക്കാണ് കേരള ഹൗസ് സാക്ഷ്യം വഹിച്ചത്. മുംബൈയുടെ വിവിധ കേന്ദ്രങ്ങളിൽ പാഴ്സലുകൾ ശേഖരിക്കുവാനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് ലോക കേരള സഭാംഗം PD ജയപ്രകാശ് പറഞ്ഞു. പ്രവാസി മലയാളികളെ കൊണ്ട് സാധിക്കാവുന്ന എല്ലാ സഹായങ്ങളും, സാമ്പത്തികമായും മറ്റ് ഭക്ഷണം, മെഡിസിൻസ് ഇങ്ങനെയുള്ള എല്ലാ സഹായങ്ങളും ആവുന്നത്ര രീതിയിൽ ചെയ്യുന്നതിന് വേണ്ടി മുംബൈ പ്രവാസി മലയാളികൾ ഒറ്റക്കെട്ടായിട്ട് ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ പല യോഗങ്ങളും ഏതാണ്ട് 3-3.5 കോടി 4 കോടിയോളം ഇപ്പോൾ നമുക്ക് സമാഹരിക്കാൻ കഴിഞ്ഞു. ഒരു 10 കോടിയോളമാണ് നമ്മൾ മിനിമം ലക്ഷ്യമിടുന്നത്. എല്ലാ സംഘടനകളും, മലയാളി സംഘടനകളും നമുക്ക് കാത്തിരുന്ന ഓണാഘോഷങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഈ ദുരന്ത നിവാരണ യജ്ഞത്തിൽ അങ്ങേയറ്റം എല്ലാം മറന്ന് യത്നിക്കുകയാണ്. ബോംബെയുടെ നാനാഭാഗങ്ങളിൽ നിന്നും ട്രക്ക് കണക്കിന് സാധനങ്ങൾ മലയാളികൾ സേവനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്ന കാഴ്ചകളൊക്കെ നമ്മൾ ഒരു 10 ദിവസത്തോളമാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരടങ്ങുന്ന നിരവധി പേരാണ് കേരളത്തിലേക്ക് അയക്കുവാനുള്ള ഭക്ഷണങ്ങൾ അടങ്ങുന്ന പാഴ്സലുകൾ ട്രക്കുകളിൽ കയറ്റി അയക്കുന്നതിൽ പങ്കാളികളായി കേരള ഹൗസിലെത്തിയിരിക്കുന്നത്. നഗരത്തിലെ എല്ലാ സമാജങ്ങളും ആഘോഷ പരിപാടികൾ റദ്ദാക്കിയാണ് മഴക്കെടുതിയിൽ ദുരിതം പേറുന്ന കേരളത്തിന് സഹായഹസ്തം നീട്ടിയതെന്ന് സാമൂഹ്യ പ്രവർത്തകനായ TN ഹരിഹരൻ പറഞ്ഞു. മുംബൈയിലെ ഒട്ടുമുക്കാൽ സമാജങ്ങളും അവരുടെ പങ്കാളിത്തം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കേരളവുമായിട്ടുള്ള ഒരു ഐക്യപ്പെടൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇപ്പം പനവേൽ മലയാളി സമാജമാണെങ്കിൽ ഞങ്ങൾ ഏകദേശം ഒരു 25 ലക്ഷം രൂപയാണ്. 15 ലക്ഷം രൂപ സമാജത്തിൻ്റെ ഭാഗത്തു നിന്നും അല്ലാതെ ഒരു 10 ലക്ഷം രൂപ, അങ്ങനെ 25 ലക്ഷം കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ദുരിതാശ്വാസത്തിനായി അയക്കുന്ന സാമഗ്രികളെ GST തുടങ്ങിയ നികുതികളിൽ നിന്നും ഒഴിവാക്കുവാൻ വേണ്ടപ്പെട്ട അധികൃതർ ഇടപെടണമെന്ന് വേൾഡ് മലയാളി കൗൺസിൽ സെക്രട്ടറി MK നവാസ് അഭിപ്രായപ്പെട്ടു. ബോംബെയിൽ നിന്ന് പോകുന്ന സാധനങ്ങൾക്ക് ഒരു GST കൊടുക്കേണ്ട ഈ കർണാടക അതിർത്തിയിലും കേരള അതിർത്തിയിലും GST കൊടുക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് നിയമമുണ്ട്. അത് അക്സെപ്റ്റ് ചെയ്ത് കിട്ടിയില്ലെങ്കിൽ ഇവിടുന്ന് സാധനങ്ങൾ അയക്കാനായിട്ട് ബുദ്ധിമുട്ട് വരും. അതുപോലെ തന്നെ വിദേശത്ത് നിന്ന് വരുന്ന സാധനങ്ങൾക്കും ഡ്യൂട്ടി 28% ഡ്യൂട്ടി അടക്കേണ്ടി വരും. അതും മാറ്റി കിട്ടിയില്ലെങ്കിൽ അയക്കുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ട് നേരിടും. പ്രേംലാൽ, ന്യൂസ് ബ്യൂറോ, മുംബൈ.
പ്രളയബാധിതർക്ക് കൈത്താങ്ങുമായി കൈരളി ടിവിയും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ വിതരണം ചെയ്യാനുള്ള അവശ്യ വസ്തുക്കൾ സുമനസ്സുകളിൽ നിന്ന് സംഭരിച്ച് കൈരളി ടിവി വിതരണം ചെയ്യും. തിരുവനന്തപുരം പാളയത്തെ മുഖ്യ ആസ്ഥാനത്ത് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കളക്ഷൻ സെന്റർ തുറന്നു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ലക്ഷക്കണക്കിന് മലയാളികളുടെ സാമൂഹ്യ സുരക്ഷാ ചുമതലയിൽ പങ്കാളികളായാണ് കൈരളി ടിവി ഉടമസ്ഥരായ മലയാളം കമ്മ്യൂണിക്കേഷൻസ് അവശ്യ സാധനങ്ങൾ സമാഹരിക്കുന്നത്. പ്രളയബാധിതരെ സഹായിക്കാൻ താൽപ്പര്യമുള്ള മനുഷ്യസ്നേഹികൾക്ക് കൈരളിയുടെ രക്ഷാദൗത്യത്തിൽ പങ്കാളികളാവാം. മരുന്നുകൾ, ഭക്ഷ്യസാധനങ്ങൾ, വസ്ത്രങ്ങൾ, മറ്റവശ്യ സാമഗ്രികൾ എന്നിവ കൈരളി ടിവി ആസ്ഥാനത്ത് എത്തിച്ചു നൽകാം. ഇതിനായി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഓഫീസ് കൈരളി ടിവിയുടെ പാളയത്തെ ആസ്ഥാനത്ത് ആരംഭിച്ചു. KSEB ജീവനക്കാർ കൈരളിയുടെ സംരംഭത്തിലെ ആദ്യ പങ്കാളികളായി. ദുരിതബാധിതർക്കൊപ്പമാണ് തങ്ങളുടെ എക്കാലത്തെയും മനസ്സെന്ന് കൈരളി ടിവി സീനിയർ ഡയറക്ടർ M. വെങ്കിട്ടരാമൻ പറഞ്ഞു. ഇനിയും ഇതുപോലുള്ള സഹായങ്ങൾ കൈരളി പ്രതീക്ഷിക്കുന്നു, സ്വീകരിക്കുന്നു. ഇത് ഉടനെ ആശ്വാസമേകാൻ വേണ്ടിയുള്ള സ്ഥലത്തേക്ക് എത്തിക്കാനുള്ള ചുമതല ഞങ്ങളെടുക്കുന്നു, ഈ പ്രവർത്തകർ എടുക്കുന്നു എന്നുള്ളത് അറിയിക്കുന്നു. കൈരളിയുടെ സേവന സന്നദ്ധത പ്രശംസ അർഹിക്കുന്നുവെന്ന് ആദ്യ കൈത്താങ് നൽകിയ KSEB വർക്കേഴ്സ് യൂണിയന്റെ നേതാവ് V. ശിവൻകുട്ടി പറഞ്ഞു. കൈരളി ചാനലിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഈ തലസ്ഥാന നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് ഇങ്ങനെ ഒരു സംരംഭം മറ്റാരുടെയും സഹായമില്ലാതെ കൈരളിയിലെ ജീവനക്കാർ തന്നെ, അത് റിപ്പോർട്ടർ മുതൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജീവനക്കാരുടെയൊക്കെ നേതൃത്വത്തിൽ ഇവിടെ ആരംഭിച്ചിട്ടുള്ളത് നിങ്ങളെ അഭിനന്ദിക്കാൻ വേണ്ടി ഞാൻ അവസരം ഉപയോഗിക്കുകയാണ്. കൈരളി ടിവി സമാഹരിച്ച സാമഗ്രികളുടെ ആദ്യ ലോഡ് തിരുവനന്തപുരം മാർ ഇവാനിയസ് കോളേജിൽ പ്രവർത്തിക്കുന്ന ജില്ലാ ഭരണകൂടത്തിന്റെ കളക്ഷൻ സെന്ററിൽ എത്തിച്ചു. വരും ദിവസങ്ങളിലും കളക്ഷൻ തുടരും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മഴ ശമിച്ചതോടെ ക്യാമ്പുകളിൽ നിന്ന് വീടുകളിലേക്ക് മടങ്ങുകയാണ് കോഴിക്കോട് ജില്ലയിലുള്ളവർ. മഴക്കെടുതിയിൽ സർവ്വവും നശിച്ച വേദനയോടെയാണ് പലരും വീടുകളിലേക്ക് എത്തുന്നത്. ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി വീടുകൾ വാസയോഗ്യമാക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. വീടുകളിലേക്ക് എത്തുന്നവർക്കൊപ്പം റിപ്പോർട്ടർ PV കുട്ടൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മഴ നിന്നു, വീടുകളിൽ നിന്ന് വെള്ളവും ഇറങ്ങി. ഇനി വീട് ശുചീകരിക്കുന്ന തിരക്കിലാണ് വീട്ടുകാരും നാട്ടുകാരും സന്നദ്ധ സംഘടനാ പ്രവർത്തകരും ഒക്കെ ഉള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ണാടിക്കലിലെ രഞ്ജിത്ത് എന്ന് പറയുന്ന ആളുടെ വീട്ടിലാണ്. നമുക്കിവിടെ ശുചീകരണ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണ് നടക്കുന്നതെന്ന് നോക്കാം. ഇന്നലെ രാവിലോടുകൂടിയാണ് ഇവിടെ നിന്നും ഭാഗികമായി വെള്ളം പിൻവലിഞ്ഞത്. ഇന്നലെ രാത്രിയോടുകൂടി തന്നെ വെള്ളം പൂർണ്ണമായും മാറി. വീട് ഒരാൾ ഉയരത്തിൽ വീട് മുങ്ങി നിൽക്കുകയായിരുന്നു, വെള്ളത്തിൽ മുങ്ങി നിൽക്കുകയായിരുന്നു. ഇവിടെ പൂനൂർ പുഴ കരകവിഞ്ഞതിനെ തുടർന്നാണ് ഈ ഭാഗങ്ങളിലുള്ള വീടുകൾ മുഴുവൻ വെള്ളത്തിലായത്. ദിവസങ്ങളോളം ഇവരൊക്കെ ഇവിടെയുള്ള തൊട്ടടുത്തുള്ള സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുകയായിരുന്നു. അവിടെ നിന്നും ഇന്നലെ രാവിലോടുകൂടിയാണ് ആൾക്കാരൊക്കെ അവിടെ നിന്നും താൽക്കാലികമായെങ്കിലും ക്യാമ്പുകളിൽ നിന്നും വീടുകളിലേക്ക് എത്തിയത്. പക്ഷേ വീടുകൾ ഒക്കെ പൂർണ്ണമായും വെള്ളം നിറഞ്ഞതിനാൽ അവിടെ താമസിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മുഴുവൻ മാലിന്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം. പുതിയ വീടുകൾ, കഴിഞ്ഞ ദിവസങ്ങളിൽ വീട്ടുകൂടൽ നടന്ന വീടുകൾ പോലും ഉപയോഗശൂന്യമായ രീതിയിലേക്ക് കാര്യങ്ങൾ നിൽക്കുന്ന ഒരു സാഹചര്യം. ആ ഒരു ഘട്ടത്തിലാണ് ഇവിടെ ഈ കണ്ണാടിക്കലിൽ ഇപ്പോൾ ഈ രഞ്ജിത്തിന്റെ വീട്ടിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഇവിടുത്തെ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ, രാഷ്ട്രീയ പ്രവർത്തകർ, CPIMന്റെയും അതുപോലെ യുവജന സംഘടനകളുടെയും ഒക്കെ പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് ഇവിടെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നത്. വീട് ക്ലീൻ ആക്കുകയാണ്, വീടിന്റെ നിലം ക്ലീനാക്കുന്ന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടന്നു വരുന്നത്. വീടിന്റെ മുക്കാൽ ഭാഗത്തോളം ഏതാണ്ട് വെള്ളം നിറഞ്ഞൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പെയിന്റുകളൊക്കെ പോയ ഒരു സാഹചര്യം. അതൊക്കെ വൃത്തിയാക്കി പൂർണ്ണമായും ഉപയോഗത്തിലാക്കാൻ ദിവസങ്ങൾ എടുക്കും. അതിനുള്ള എല്ലാ പ്രവർത്തനങ്ങളുമാണ് ഇവിടെ നടന്നു വരുന്നത്. നമ്മുടെ കൂടെ ഇപ്പോൾ രഞ്ജിത്ത് തന്നെ ഉണ്ട്. ചേട്ടാ, എങ്ങനെയായിരുന്നു കാര്യങ്ങളൊക്കെ? ഇത്ര ഈ സൺസൈഡ് ആയിട്ടുള്ള വെള്ളമായിരുന്നു. പിന്നെ ഇങ്ങനെ വെള്ളം കയറില്ല. അപ്പോൾ ഞങ്ങൾ സാധനമൊക്കെ ഏകദേശമൊക്കെ കെട്ടി തൂക്കി റാക്ക് വരെ എടുത്തു വെച്ച് പിന്നെ നോക്കുന്നേരം ആൾക്ക് നിൽക്കാൻ പറ്റുന്നില്ല. പിന്നെ ജീവൻ നോക്കുക എന്നല്ലാതെ സാധനം പിന്നെ നോക്കുന്നില്ല. എല്ലാം നഷ്ടത്തിലാണ്. മൊത്തം കംപ്ലീറ്റ് നനഞ്ഞു. നിങ്ങളുടെ ഓർമ്മയിൽ ആദ്യമായിട്ടാണ് ഇത്ര ഒരു വെള്ളപ്പൊക്കം? ഓർമ്മയിൽ ആദ്യമായിട്ടാണ്. ഇത്രയും ഒരു 30-40 വർഷത്തിൻ്റെ ഇടയ്ക്ക് ആദ്യമായിട്ടാണ് എൻ്റെ അനുഭവത്തിൽ. പക്ഷെ പിന്നെ തന്നെ ജീവൻ കിട്ടി, അത് മാത്രമേ ഉള്ളൂ. ബാക്കിയൊന്നുമില്ല. ഈ വെള്ളം പൊങ്ങുന്ന സമയത്ത് തന്നെ ബോട്ടുകാർ വന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് പോയായിരുന്നോ? വെള്ളം ഇവിടെ ഞങ്ങൾ അനുസരിച്ചിട്ട് എല്ലാവരും മാറ്റലുണ്ട്. ഇവിടെ വെള്ളത്തിൻ്റെ സ്ഥിതി അറിയുന്നതിനെ കൊണ്ട് ഭാര്യ കുട്ടീനൊക്കെ വീട്ടിലാക്കി. അപ്പം പിന്നെ ഞങ്ങളെല്ലാവരും ഇവിടെ ഇത് കഴിഞ്ഞതിന് ശേഷമാണ് പോകുന്നത്. സാധനങ്ങൾ മാക്സിമം എടുത്ത് വെക്കാൻ പറ്റുന്നത് വെച്ച്, പക്ഷേ ഇത്ര കയറുന്നുള്ള അറിയുന്നില്ല. സാധനങ്ങൾ എന്തൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഫുള്ള് സാധനങ്ങൾ, ഫ്രിഡ്ജ്, TV, എല്ലാ സാധനങ്ങളും, അലമാരി, കട്ടിൽ, കിടക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് എല്ലോ. ഇപ്പോൾ ക്ലീനാക്കിയിട്ട് കഴിഞ്ഞെങ്കിൽ പായനെ വിരിച്ചിട്ട് കിടക്കാമല്ലോ. അങ്ങനത്തെ ഒരു കണ്ടീഷനിലാണ് ഇപ്പോഴത്തെ സ്ഥിതി.
വീട്ടുകാർ പറഞ്ഞതുപോലെ വലിയ നാശനഷ്ടമാണ് ഈ മലവെള്ളത്തിൽ ഇവിടെയൊക്കെ ഈ പ്രദേശങ്ങളിലൊക്കെ ഉണ്ടായിരിക്കുന്നത്. ഇവിടെ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന സാധനങ്ങളൊക്കെ മലവെള്ളത്തിൽ ഒലിച്ചുപോയി. അതുപോലെ തന്നെ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും ഒക്കെ വെള്ളം കയറി ഉപയോഗശൂന്യമായിരിക്കുകയാണ്. കട്ടിലുകൾ ഉൾപ്പെടെ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലേക്കായി. ഇവിടെ ആദ്യഘട്ടത്തിലൊന്ന് വൃത്തിയാക്കിയാൽ ഇവിടെ പായ് വിരിച്ചെങ്കിലും കിടക്കാമല്ലോ എന്ന സമാധാനത്തിലാണ് വീട്ടുകാരുള്ളത്. ചെങ്ങന്നൂരിൽ മഴയ്ക്ക് ശമനം. മഴ മാറി നിൽക്കുന്ന സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനം ഊർജിതമായി തുടരുകയാണ്. രാജ്കുമാർ ചേർന്ന വിവരങ്ങളുമായി. രാജ്കുമാർ, സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ഭീതിജനകമായ ഒരു അന്തരീക്ഷം ചെങ്ങന്നൂരിൽ ഉയർന്നു വന്നിരുന്നു. എന്നാൽ വലിയ തോതിൽ ആശങ്കകളെല്ലാം ഒഴിയുന്ന സാഹചര്യം ആണ് ഇപ്പോഴുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏറ്റവും ഒടുവിൽ പങ്കുവയ്ക്കാൻ കഴിയുന്ന വിശദാംശങ്ങളും രക്ഷാപ്രവർത്തനവും രാജ്കുമാർ. മഴ ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്നുണ്ട്. അത് എന്നാലും ഈ മഴയിലും ഹെലികോപ്റ്റർ പുരോഗമിക്കുകയാണ്. തന്നെ ആർമിയുടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആർമിയുടെ 23 അംഗ യൂണിറ്റ് ഏതാണ്ട് 15 ബോട്ടുകളിലായി ഏറ്റവും സെൻസിറ്റീവ് എന്ന് പറയുന്ന പാണ്ടനാട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ അവർ ഇപ്പോഴും വെൺമണി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലാണ് തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിരവധി പേരെയാണ് ഇന്നത്തെ റെസ്ക്യൂ ഓപ്പറേഷനിലൂടെ രക്ഷപ്പെടുത്തിയിട്ടുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് പ്രാവിൻകൂട് എന്ന് പറയുന്ന ആ സ്ഥലത്തിന്റെ അവിടെയാണ് ഏറ്റവും കൂടുതൽ നദി ഒഴുകുന്ന സ്ഥലം. അതിൽ നിന്ന് കൈവഴികളിലൂടെ മുഴുവനും 24 വീടുകൾ ഉൾപ്പെടെ മുങ്ങിത്താണ് ഒരവസ്ഥയാണ് വീട്ടിലുള്ളത്. ഇന്ന് തന്നെ ഞാൻ ഈ ഇതിന്റെ ദൗത്യ സംഘത്തിനൊപ്പം എത്തിയിരുന്നു. ഇവിടുന്ന് തന്നെ ഇപ്പോൾ ഞാൻ വന്നതിന് ശേഷം മാത്രമേ 100ഓളം പേരെ ഇവിടുന്ന് ക്യാമ്പുകളിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. പലരും വരാൻ വിസമ്മതിക്കുന്ന ഒരു കാഴ്ച ഞാൻ എല്ലാവരും സുരക്ഷിതരാണ് എന്ന ബോധമാണ്. എല്ലാവരും ഒന്നാം നിലയിലേക്ക് 2ാം നിലയിലേക്ക് താമസം മാറ്റി അങ്ങനെയാണ് ഇവർ സുരക്ഷിതരാണെന്ന് സ്വയം അവകാശപ്പെടുകയും ഇരിക്കുന്നത്. ഭക്ഷണവും വെള്ളവും തന്നാൽ അത് നിങ്ങൾ ബന്ധപ്പെട്ടു പോകും എന്ന് പറയുന്ന ദൈനികമായ കാഴ്ച ഇന്ന് കണ്ടു. പല കുട്ടികൾ ഉൾപ്പെടെ പലരും പോകാൻ തയ്യാറായി നിൽക്കുന്ന ഇപ്പോൾ പറഞ്ഞ് ബോധവൽക്കരിച്ചപ്പോൾ പലരും ഇതിലേക്ക് ക്യാമ്പുകളിലേക്ക് മാറാൻ തയ്യാറായി. പലരും ബന്ധുവീടുകളിലേക്ക് മാറാൻ തയ്യാറായി. എന്തായാലും ഇവർ അപകട നില ആരും തന്നെ തരണം ചെയ്തിട്ടില്ല. ഏത് സമയത്തും ഇവർക്ക് എന്തും സംഭവിക്കാവുന്ന ഒരു സാഹചര്യത്തിലാണ് പ്രാവൻകൂടിലുള്ള ആൾക്കാർ കഴിക്കുന്നത്. ഇത് ഈ ഗവൺമെന്റ് പല രീതിയിൽ ഇവരെ കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി ഇവിടെ നിരവധി റെസ്ക്യൂ ടീമുകൾ വന്ന് ഇവരെ നിർബന്ധിച്ചിട്ടും വരാൻ കൂട്ടാക്കാത്ത സാഹചര്യമാണ്. ഈ പാണ്ടനാട് അതുപോലെ വെൺമണി ഇവിടെയുള്ളവർ മുഴുവനും ഒരേ രീതിയിലുള്ള സമാനമാണ്. പരമാവധി മാസം കഴിയുന്നവർ നേരത്തെ തന്നെ മാറിയിരുന്നു. ബാക്കിയുള്ളവരാണ് ഒരു വിസമ്മതം അറിയിച്ചിങ്ങനെ നിൽക്കുന്നത്. ക്യാമ്പുകളിലെല്ലാം സജീവമായി ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ചർച്ചകൾ നടന്നു. എല്ലാ ഇതിന്റെ ഈ ക്യാമ്പുകളിലും മുഴുവൻ ദുരിതാശ്വാസ ക്യാമ്പുകളിലും മുഴുവൻ ആവശ്യമായ മരുന്നുകളും ആവശ്യത്തിൽ കൂടുതലുള്ള ഡോക്ടർമാരെയും മുഴുവനും നിയോഗിക്കാനായി തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ന് തന്നെ ക്യാമ്പുകളിൽ കൂടുതൽ ഡോക്ടർമാരെത്തും. ഏതുതരം ചികിത്സകൾ ലഭ്യമാക്കുന്നതിനുള്ള സൗകര്യം കേന്ദ്രത്തിലും നൽകാനുള്ള തീരുമാനം ആവശ്യമുള്ള മരുന്നും എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആർമിയുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. ഒഡീസയിൽ നിന്ന് ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഇവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നു. ഒപ്പം തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിന്റെ നേതൃത്വത്തിലുള്ള റെസ്ക്യൂ ടീമിന്റെ അവരുടെ നടത്തുന്നു. ഒപ്പം തൊഴിലാളികളുടെ ഏതാണ്ട് 140ഓളം ബോട്ടുകളാണ് ഇപ്പോൾ ഈ ചെങ്ങന്നൂർ മണ്ഡലത്തിലാകെ റോഡുകളുടെ മീതെ രണ്ടാൾ പൊക്കത്തിൽ ബോട്ടുകൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പരമാവധി ആൾക്കാരെ രക്ഷിച്ച് ആ ക്യാമ്പുകളിൽ എത്തിക്കുക എന്നുള്ള ഇതിന്റെ രക്ഷാദൗത്യം പൂർത്തീകരിക്കണമെന്നുള്ള ഒരു മിഷൻ, ഒരു യുദ്ധ സന്നാഹത്തോടുകൂടി തന്നെയാണ് ഇന്ന് ശരി. ഏതായാലും ചെങ്ങന്നൂരിലെ വെൺമണി, പാണ്ടനാട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ പ്രളയബാധിത പ്രദേശങ്ങളിലുള്ള ആളുകളുടെ ബന്ധുക്കളോ സുഹൃത്തുക്കൾക്കോ അവരെ ഏതെങ്കിലും നിലയിൽ ബന്ധപ്പെടാൻ കഴിയുമെങ്കിൽ അടിയന്തരമായി രക്ഷാപ്രവർത്തകരുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കുക എന്ന നിലയിൽ അവരോട് സൗഹൃദപൂർവ്വം സ്നേഹപൂർവ്വം പറഞ്ഞ് മനസ്സിലാക്കുക. രാജ്കുമാർ അത്തരം വിവരങ്ങളാണ് അവിടെ നിന്ന് പങ്കുവയ്ക്കുന്നത്. ഏതായാലും ചെങ്ങന്നൂരിലെ സ്ഥിതിഗതികൾ പൊതുവിൽ സുരക്ഷിതമായ നിലയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. രക്ഷാപ്രവർത്തനം ഊർജിതമായി തുടരുകയാണ്. ഉരുൾപൊട്ടലിനെ തുടർന്ന് ഒറ്റപ്പെട്ട നെല്ലിയാമ്പതിയിലേക്ക് ഹെലികോപ്റ്ററിൽ സഹായം എത്തിക്കുന്നു. ഭക്ഷ്യവസ്തുക്കളും മരുന്നും എത്തിക്കുന്നതോടൊപ്പം നെല്ലിയാമ്പതിയിലേക്ക് നെന്മാറ അവൈറ്റി ഹോസ്പിറ്റലിൽ നിന്നുള്ള മെഡിക്കൽ സംഘത്തിനെയും അയക്കും. കൂടുതൽ വിവരങ്ങൾ സിജു നൽകും.
ദിവസങ്ങളായി ഒറ്റപ്പെട്ട് കിടക്കുന്ന നെല്ലിയാമ്പതിയിലേക്ക് ഹെലികോപ്റ്റർ സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അല്പസമയങ്ങൾക്കകം നെല്ലിയാമ്പതിയിലേക്ക് ഭക്ഷ്യവസ്തുക്കളും അതോടൊപ്പം തന്നെ മെഡിക്കൽ ടീമുമായി നെല്ലിയാമ്പതിയിലേക്ക് ഹെലികോപ്റ്റർ പുറപ്പെടും. ആവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും ഇപ്പോൾ ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. നെന്മാറ NSS കോളേജിലാണ് ഹെലികോപ്റ്ററിന് ഇറങ്ങാനും അതോടൊപ്പം തന്നെ ഭക്ഷ്യവസ്തുക്കൾ കയറ്റാനും തുടർന്ന് നെല്ലിയാമ്പതിയിലേക്ക് പുറപ്പെടാനുമുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. മെഡിക്കൽ ടീമടക്കം ആവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും നിലവിൽ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. സ്വകാര്യ ആശുപത്രിയുമായി സഹകരിച്ചുകൊണ്ട് ജില്ലാ ഭരണകൂടം ഉൾപ്പെടെ സഹകരിച്ചുകൊണ്ടുള്ള ഒരു നടപടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നെല്ലിയാമ്പതിക്ക് ആവശ്യമായ അടിയന്തര സഹായമെല്ലാം തന്നെ ഇന്നലെ തന്നെ ഏർപ്പെടുത്തിയിരുന്നു. ഭക്ഷ്യവസ്തുക്കൾ ദ്രുതകർമ്മസേനയും അതോടൊപ്പം തന്നെ സന്നദ്ധ സംഘടനകളുടെയും എല്ലാം സഹായത്തോടെ നടന്ന് തലച്ചുമടായി എടുത്തുകൊണ്ട് നെല്ലിയാമ്പതിയിൽ എത്തിച്ചിരുന്നു. ദിവസങ്ങളോളം കഴിക്കാനുള്ള ഭക്ഷ്യധാന്യങ്ങൾ നിലവിൽ നെല്ലിയാമ്പതിയിൽ എത്തിച്ചിട്ടുണ്ട് എന്നാണ് നെന്മാറ MLA K. ബാബു ഉറപ്പ് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്നത്തെ ഈ ഹെലികോപ്റ്ററിൽ ഭക്ഷ്യവസ്തുക്കൾ കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രധാന ലക്ഷ്യം ഭക്ഷ്യവസ്തുക്കൾ സുഗമമായി അവിടെ എത്തിക്കുന്നതോടൊപ്പം വൈദ്യസഹായം കൂടി ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ 4-5 ദിവസമായി നെല്ലിയാമ്പതിയിലുള്ളവർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്തൊരു സാഹചര്യമാണുള്ളത്. ഏതെങ്കിലും തരത്തിൽ ചികിത്സ ആവശ്യമുള്ള ആളുകളുണ്ടെങ്കിൽ ചികിത്സ ഉറപ്പുവരുത്തുക, അതോടൊപ്പം തന്നെ പുറത്തേക്ക് ആർക്കെങ്കിലും ആശുപത്രിയിൽ നേരിട്ട് എത്തേണ്ട സാഹചര്യമുണ്ടെങ്കിൽ ആ സൗകര്യം കൂടി ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് നെല്ലിയാമ്പതിയിൽ ഗർഭിണികളായ 9 പേരുണ്ട്. അതോടൊപ്പം തന്നെ ചികിത്സ ആവശ്യമായ ചിലർ കൂടിയുണ്ട്. ഇവരെ ഇപ്പോൾ ഹെലികോപ്റ്റർ ഇറങ്ങുന്ന സ്ഥലത്തേക്ക് ഒരുമിച്ച് എത്തിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷം ഈ പോകുന്ന മെഡിക്കൽ ടീം ഇവരുടെ ആരോഗ്യസ്ഥിതി ഉൾപ്പെടെ പരിശോധിക്കും. മറ്റുള്ളവർക്ക് ആവശ്യമായ മരുന്ന് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളും ഈ ഹെലികോപ്റ്ററിൽ തന്നെ എത്തിക്കുന്നുണ്ട്. ഏതായാലും അടിയന്തരമായ നടപടികളാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലും അതോടൊപ്പം തന്നെ രക്ഷാപ്രവർത്തനത്തിലുമെല്ലാം ആരൊക്കെ ചേർന്ന് കൈകോർക്കാൻ പറ്റുമോ ആ രീതിയിലെല്ലാം തന്നെ കൈകോർത്തുകൊണ്ട് വലിയ രീതിയിലുള്ള ഇടപെടലാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും നെല്ലിയാമ്പതിയിലേക്കുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കാൻ അടുത്തൊന്നും കഴിയാത്ത ഒരു സാഹചര്യമാണുള്ളത്. പൂർണ്ണമായും ചുരം തകർന്നു കിടക്കുന്ന ഒരു അവസ്ഥയിലാണ്. ഇത്തരത്തിൽ അവർക്ക് ആവശ്യമായ ആശങ്കകൾ പൂർണ്ണമായും മാറ്റാൻ കഴിയുന്ന രീതിയിലുള്ള ഇടപെടലുകൾ ഉണ്ടാവുന്നത്. ദുരന്തമുഖത്തു നിന്ന് രക്ഷപ്പെട്ടവരിൽ വീട് നശിച്ചവരും വീട്ടുപകരണങ്ങൾ ഒന്നുപോലും ബാക്കിയാകാത്തവരും നിരവധി പേരാണ്. വെള്ളമിറങ്ങിയ വീട്ടിൽ കയറി വീടിന്റെ ദയനീയ അവസ്ഥ വിവരിക്കുന്നതിനൊപ്പം വലിയൊരു സന്ദേശം കൂടി കൈമാറുകയാണ് ഒരു വീട്ടമ്മ. പുറകുവശാണ് കേട്ടോ. ഞങ്ങളിപ്പോ വെള്ളപ്പൊക്കം കഴിഞ്ഞ് വീട്ടിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അവസ്ഥയെന്ന് അറിയാൻ വേണ്ടിയിട്ട് വിരിച്ചിട്ട തുണികളൊക്കെയാണ്, ചെളിയുണ്ട്. എല്ലാവർക്കും പറയാനുള്ളത് നഷ്ടക്കണക്കുകളാണ്. ദുരന്തമുഖത്ത് നിന്ന് രക്ഷപ്പെട്ട് വിറങ്ങലിച്ചു നിൽക്കുന്നവർക്ക് ജീവിതം തിരിച്ചുപിടിക്കാൻ ഇനി ഒന്നിൽ നിന്നു തുടങ്ങണം. വീട്ടിൽ ഒന്നുപോലും ബാക്കിയാക്കാതെ പ്രളയം തുടച്ചെടുത്തപ്പോൾ അതിനു മുന്നിൽ പകച്ചു നിന്നില്ല ഈ വീട്ടമ്മ. ധൈര്യപൂർവ്വം വീട്ടിനകത്ത് കയറി ഓരോന്നിന്റെയും അവസ്ഥ വിശദീകരിച്ചു. എന്റെ ഡ്രസ് എന്റെ കബോർഡ്, സന്തോഷം, ഭയങ്കര സന്തോഷം. ദേ ചെളി പിടിച്ച് എന്റെ ഫയൽസ്, ഡ്രസ്സ് എല്ലാം കളായി, ഡ്രസ്സൊക്കെ താഴെ വീണ് കിടക്കുന്നു. എന്തായാലും എന്റെ ഡ്രസ്സ് എല്ലാം നഷ്ടപ്പെട്ടു എന്ന് എനിക്ക് മനസ്സിലായി. ഈ കബോർഡിലെ ഡ്രസ്സ് ഉണ്ടോ നോക്കട്ടെ. വെള്ളം ഇപ്പോഴും ഉണ്ട് കേട്ടോ ഇത്. ആഹാ, ചെളി പിടിച്ച് എല്ലാ ഡ്രസ്സും വെള്ളത്തിൽ ഒഴുകിപ്പോയി. എനിക്കൊരു ഡ്രസ്സും ഇടാനില്ല. ഒന്നും ബാക്കിയില്ല. വീട്ടിലുണ്ടായിരുന്ന ഒന്നുപോലും ഇനി ഒരു തരത്തിലും ഉപയോഗിക്കാനുമാവില്ല. ഇട്ടിരിക്കുന്ന വസ്ത്രമല്ലാതെ മറ്റൊന്നും കയ്യിലില്ല. എന്നാൽ വീടിന്റെ അവസ്ഥ ഇത്രയൊക്കെയായിട്ടും ഒരു സങ്കടമോ വിഷമമോ അല്ല ഇവരുടെ വാക്കുകളിൽ ഉണ്ടായിരുന്നത്. അവർക്ക് പങ്കുവയ്ക്കാനുണ്ടായിരുന്നത് ഇങ്ങനെയായിരുന്നു. ഇതൊക്കെ ഉള്ളപ്പോഴേ ഒരു കാര്യം എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത് എന്താണെന്ന് അറിയാവോ? നമ്മള് എല്ലാവരും ജാതി മത ഭേദമന്യേ, വിദ്യാഭ്യാസം ഇല്ലാതെ, ഒന്നും നോക്കാതെ, ആദ്യം പൊസിഷൻ നോക്കാതെ എല്ലാവരും ഒരുമിച്ച് കൂടി ഭയങ്കര സഹകരണത്തോടെ ഒരു പാത്രത്തിൽ നിന്ന് ചോറുണ്ടെന്നതാണ് കാണാൻ കഴിഞ്ഞത്. ഇവൻ ഞങ്ങളടക്കം ശരിക്കും ഞങ്ങൾ ശരിക്കും ആ 2-3 ദിവസം ആസ്വദിക്കുകയായിരുന്നു. ഞാൻ ഒരു കാര്യം ഉറപ്പിക്കാണ്, ഒന്ന് സ്നേഹിക്കാന്, പരസ്പരം കൈയോർത്ത് പിടിക്കാന്, സഹകരിക്കാന്, ഒരുമയോട് ജീവിക്കാനായിട്ട് ഒരു പ്രളയം വരണമെന്നോ ഒരു വലിയൊരു ദുരന്തം വരണമെന്നോ കരുതി നമ്മൾ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ എന്തായാലും നമ്മൾ ഹൗസ് ക്ലീനിങ്ങിനുള്ള സമയം, എല്ലാവരും പറയും വൃത്തിയിലാക്കാനുള്ള സമയം. അതോടൊപ്പം തന്നെ നമ്മുടെ മനസ്സിലെ അഴുക്കുകൾ നമുക്ക് വൃത്തിയാക്കി വളരെ നല്ല രീതിയിൽ തന്നെ ഒരു പുതിയ ഒരു മനസ്സോടുകൂടി നമുക്ക് പുതിയ ജീവിതത്തിൽ നമുക്ക് തുടക്കം കുറിക്കാം. ലക്ഷങ്ങളുടെ നഷ്ടങ്ങൾ സംഭവിച്ചെങ്കിലും ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിഞ്ഞ നാളുകളിലെ നല്ല ഓർമ്മകൾ മാത്രമാണ് ഇവർ ഓർത്തെടുത്തത്.
ജാതി മത വർഗഭേദമന്യേ ഒരു പാത്രത്തിലുണ്ട് ഒരു പായയിൽ ഉറങ്ങിയവരുടെ ക്യാമ്പായിരുന്നു യഥാർത്ഥത്തിൽ ഗോഡ്സ് ഓൺ കൺട്രി. കഴിഞ്ഞ ദിവസങ്ങളിൽ അനുഭവിച്ച ദുരിതം തന്നെ മതി ഇനി ഇവർക്ക് എന്തും നേരിടാനുള്ള മനസ്സ് പാകമായി. ന്യൂസ് ഡെസ്ക്. കേരളത്തിലെ പ്രളയക്കെടുതിയെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. ദുരന്തത്തെ നേരിട്ട കേരളത്തിലെ ജനങ്ങളുടെ ഐക്യത്തെ അദ്ദേഹം അഭിനന്ദിച്ചു. നിലവിൽ കേന്ദ്രം നൽകിയ 500 കോടി രൂപ അപര്യാപ്തമാണെന്നും യെച്ചൂരി തിരുവനന്തപുരത്ത് പ്രതികരിച്ചു. ഇതുവരെ നേരിടാത്ത പ്രളയക്കെടുതിയിലൂടെ കടന്നുപോകുമ്പോൾ ജനങ്ങളുടെ അവസ്ഥ നേരിട്ടറിയുന്നതിനായാണ് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി സംസ്ഥാനത്തെത്തിയത്. പ്രളയക്കെടുതിയെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് യെച്ചൂരി ആവശ്യപ്പെട്ടു. No, first of all, I am here to express my solidarity with the people of Kerala who are undergoing this tragedy that we have not seen for over a century. What he has assured yesterday of giving 500 crores, I think that is very, very little compared to the dimension of the damage. And we only wish that the Prime Minister declared this as a national disaster. തുടർന്ന് തിരുവനന്തപുരത്തെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവരെ സന്ദർശിച്ച യെച്ചൂരി അവരോട് കാര്യങ്ങളും തിരക്കി. ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് സാധനങ്ങൾ സ്വീകരിക്കുന്ന ജില്ലാ ഭരണകൂടത്തിന്റെ സെന്ററിലെത്തിയ അദ്ദേഹം കേരളത്തിലുള്ളവരുടെ ഐക്യത്തെ അഭിനന്ദിച്ചു. I think this is a wonderful gesture. Thank you very much on behalf of the people of Kerala, and please keep this continuing because we all have to rise as one man to meet this fury of nature. ദുരിതമനുഭവിക്കുന്നവർക്ക് എന്ത് സഹായത്തിനും സംസ്ഥാന സർക്കാരിനൊപ്പം പാർട്ടിയും ഒപ്പമുണ്ടാകുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പ്രളയബാധിതർക്ക് കൈത്താങ്ങുമായി കൈരളി ടിവിയും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ വിതരണം ചെയ്യാനുള്ള അവശ്യ വസ്തുക്കൾ സുമനസ്സുകളിൽ നിന്ന് സംഭരിച്ച് കൈരളി ടിവി വിതരണം ചെയ്യും. തിരുവനന്തപുരം പാളയത്ത് മുഖ്യ ആസ്ഥാനത്ത് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കളക്ഷൻ സെന്റർ തുറന്നു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ലക്ഷക്കണക്കിന് മലയാളികളുടെ സാമൂഹ്യ സുരക്ഷാ ചുമതലയിൽ പങ്കാളികളായാണ് കൈരളി TV ഉടമസ്ഥരായ മലയാളം കമ്മ്യൂണിക്കേഷൻസ് അവശ്യ സാധനങ്ങൾ സമാഹരിക്കുന്നത്. പ്രളയബാധിതരെ സഹായിക്കാൻ താൽപ്പര്യമുള്ള മനുഷ്യസ്നേഹികൾക്ക് കൈരളിയുടെ രക്ഷാദൗത്യത്തിൽ പങ്കാളികളാവാം. മരുന്നുകൾ, ഭക്ഷ്യസാധനങ്ങൾ, വസ്ത്രങ്ങൾ, മറ്റവശ്യ സാമഗ്രികൾ എന്നിവ കൈരളി TV ആസ്ഥാനത്ത് എത്തിച്ചു നൽകാം. ഇതിനായി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഓഫീസ് കൈരളി TVയുടെ പാളയത്തെ ആസ്ഥാനത്ത് ആരംഭിച്ചു. KSEB ജീവനക്കാർ കൈരളിയുടെ സംരംഭത്തിലെ ആദ്യ പങ്കാളികളായി. ദുരിതബാധിതർക്കൊപ്പമാണ് തങ്ങളുടെ എക്കാലത്തെയും മനസ്സെന്ന് കൈരളി TV സീനിയർ ഡയറക്ടർ M. വെങ്കിട്ടരാമൻ പറഞ്ഞു. ഇനിയും ഇതുപോലുള്ള സഹായങ്ങൾ കൈരളി പ്രതീക്ഷിക്കുന്നു, സ്വീകരിക്കുന്നു. ഇത് ഉടനെ ആശ്വാസമേകാൻ വേണ്ടിയുള്ള സ്ഥലത്തേക്ക് എത്തിക്കാനുള്ള ചുമതല ഞങ്ങൾ എടുക്കുന്നു, ഈ പ്രവർത്തകർ എടുക്കുന്നു എന്നുള്ളത് അറിയിക്കുന്നു. കൈരളിയുടെ സേവന സന്നദ്ധത പ്രശംസ അർഹിക്കുന്നുവെന്ന് ആദ്യ കൈത്താങ് നൽകിയ KSEB വർക്കേഴ്സ് യൂണിയന്റെ നേതാവ് V. ശിവൻകുട്ടി പറഞ്ഞു. കൈരളി ചാനലിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഈ തലസ്ഥാന നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് ഇങ്ങനെ ഒരു സംരംഭം മറ്റാരുടെയും സഹായമില്ലാതെ കൈരളിയിലെ ജീവനക്കാർ തന്നെ, അത് റിപ്പോർട്ടർ മുതൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജീവനക്കാരുടെയൊക്കെ നേതൃത്വത്തിൽ ഇവിടെ ആരംഭിച്ചിട്ടുള്ളത് നിങ്ങളെ അഭിനന്ദിക്കാൻ വേണ്ടി ഞാൻ അവസരം ഉപയോഗിക്കുകയാണ്. കൈരളി TV സമാഹരിച്ച സാമഗ്രികളുടെ ആദ്യ ലോഡ് തിരുവനന്തപുരം മാർ ഇവാനിയസ് കോളേജിൽ പ്രവർത്തിക്കുന്ന ജില്ലാ ഭരണകൂടത്തിന്റെ കളക്ഷൻ സെന്ററിൽ എത്തിച്ചു. വരും ദിവസങ്ങളിലും കളക്ഷൻ തുടരും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പ്രളയക്കെടുതിയിൽ കനിവ് തേടുന്ന പിറന്ന നാടിനെ നെഞ്ചോട് ചേർത്ത് മുംബൈ മലയാളികളും. കുടിവെള്ളവും ഭക്ഷണ സാധനങ്ങളും വസ്ത്രങ്ങളും അടങ്ങുന്ന നിത്യോപയോഗ സാധനങ്ങളുമായി മുംബൈയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന നിരവധി പേരാണ് വാഷി കേരള ഹൗസിലേക്ക് ഒഴുകിയെത്തിയത്. ഇവയെല്ലാം കപ്പൽ, വിമാന, റോഡ് മാർഗങ്ങളിലൂടെ കേരളത്തിലേക്ക് പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്രയും ഭയാനകമായ ഒരു ദുരന്തം നേരിട്ടിട്ടുണ്ടോ എന്ന് സംശയമാണ്. പ്രളയക്കെടുതിയിൽ കനിവ് തേടുന്ന പിറന്ന നാടിനെ നെഞ്ചോട് ചേർത്ത് സ്വാന്തനമേകുകയാണ് നഗരത്തിലെ മലയാളികൾ. വ്യക്തികൾ, സംഘടനകൾ, വ്യവസായികൾ എന്നുവേണ്ട മലയാളി എന്ന വികാരം മനസ്സിൽ സൂക്ഷിക്കുന്ന എല്ലാവരും ഒരേ മനസ്സോടെ ഒറ്റക്കെട്ടായി പെറ്റമ്മയായ കേരളത്തെ ദുരിതക്കയത്തിൽ നിന്നും കരകയറ്റുവാൻ പരമാവധി സഹായങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുംബൈയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഭക്ഷണവും വെള്ളവും വസ്ത്രങ്ങളും അടങ്ങുന്ന ട്രക്കുകൾ വാഷി കേരള ഹൗസിലേക്ക് ഒഴുകിയെത്തുകയാണ്. വിവിധ സംഘടനകൾ, സ്ഥാപനങ്ങൾ, വ്യക്തികൾ, വീട്ടമ്മമാർ, കുട്ടികൾ കൂടാതെ സന്നദ്ധ സംഘടനകളും ഒറ്റക്കെട്ടായി ജന്മനാടിന് സ്വാന്തനമേകാൻ പരിശ്രമിക്കുന്ന കാഴ്ചയ്ക്കാണ് കേരള ഹൗസ് സാക്ഷ്യം വഹിച്ചത്. മുംബൈയുടെ വിവിധ കേന്ദ്രങ്ങളിൽ പാഴ്സലുകൾ ശേഖരിക്കുവാനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് ലോക കേരള സഭാംഗം PD ജയപ്രകാശ് പറഞ്ഞു. പ്രവാസി മലയാളികളെ കൊണ്ട് സാധിക്കാവുന്ന എല്ലാ സഹായങ്ങളും സാമ്പത്തികമായും മറ്റ് ഭക്ഷണം, മെഡിസിൻസ്
നിങ്ങളുടെ എല്ലാ സഹായങ്ങളും ആവുന്നത്ര രീതിയിൽ ചെയ്യുന്നതിന് വേണ്ടി മുംബൈ പ്രവാസി മലയാളികൾ ഒറ്റക്കെട്ടായിട്ട് ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ പല യോഗങ്ങളും ഏതാണ്ട് 3-3.5 കോടി 4 കോടിയോളം ഇപ്പോൾ നമുക്ക് സമാഹരിക്കാൻ കഴിഞ്ഞു. ഒരു 10 കോടിയോളമാണ് നമ്മൾ മിനിമം ലക്ഷ്യമിടുന്നത്. എല്ലാ മലയാളി സംഘടനകളും നമുക്ക് കാത്തിരുന്ന ഓണാഘോഷങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഈ ദുരന്ത നിവാരണ യജ്ഞത്തിൽ അങ്ങേയറ്റം എല്ലാം മറന്ന് യത്നിക്കുകയാണ്. ബോംബെയുടെ നാനാഭാഗങ്ങളിൽ നിന്നും ട്രക്ക് കണക്കിന് സാധനങ്ങൾ മലയാളികൾ സേവനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്ന കാഴ്ചകളൊക്കെ നമ്മൾ ഒരു 10 ദിവസത്തോളമാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരടങ്ങുന്ന നിരവധി പേരാണ് കേരളത്തിലേക്ക് അയക്കുവാനുള്ള ഭക്ഷണങ്ങൾ അടങ്ങുന്ന പാഴ്സലുകൾ ട്രക്കുകളിൽ കയറ്റി അയക്കുന്നതിൽ പങ്കാളികളായി കേരള ഹൌസിലെത്തിയിരിക്കുന്നത്. നഗരത്തിലെ എല്ലാ സമാജങ്ങളും ആഘോഷ പരിപാടികൾ റദ്ദാക്കിയാണ് മഴക്കെടുതിയിൽ ദുരിതം പേറുന്ന കേരളത്തിന് സഹായഹസ്തം നീട്ടിയതെന്ന് സാമൂഹിക പ്രവർത്തകനായ TN ഹരിഹരൻ പറഞ്ഞു. ബോംബെയിലെ ഒട്ടുമുക്കാൽ സമാജങ്ങളും അവരുടെ പങ്കാളിത്തം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കേരളവുമായിട്ടുള്ള ഒരു ഐക്യപ്പെടൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇപ്പം പൻവേൽ മലയാളി സമാജമാണെങ്കിൽ ഞങ്ങൾ ഏകദേശം ഒരു 25 ലക്ഷം രൂപയാണ്. 15 ലക്ഷം രൂപ സമാജത്തിൻ്റെ ഭാഗത്തു നിന്നും അല്ലാതെ ഒരു 10 ലക്ഷം രൂപ, അങ്ങനെ 25 ലക്ഷം കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ദുരിതാശ്വാസത്തിനായി അയക്കുന്ന സാമഗ്രികളെ GST തുടങ്ങിയ നികുതികളിൽ നിന്നും ഒഴിവാക്കുവാൻ വേണ്ടപ്പെട്ട അധികൃതർ ഇടപെടണമെന്ന് വേൾഡ് മലയാളി കൗൺസിൽ സെക്രട്ടറി MK നവാസ് അഭിപ്രായപ്പെട്ടു. ബോംബെയിൽ നിന്ന് പോകുന്ന സാധനങ്ങൾക്ക് ഒരു GST കൊടുക്കേണ്ട ഈ കർണാടക അതിർത്തിയിലും കേരള അതിർത്തിയിലും GST കൊടുക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് നിയമമുണ്ട്. അത് അക്സെപ്റ്റ് ചെയ്ത് കിട്ടിയില്ലെങ്കിൽ ഇവിടുത്തെ സാധനങ്ങൾ അയക്കാനായിട്ട് ബുദ്ധിമുട്ട് വരും. അതുപോലെ തന്നെ വിദേശത്ത് നിന്ന് വരുന്ന സാധനങ്ങൾക്കും ഡ്യൂട്ടി 28% ഡ്യൂട്ടി അടക്കേണ്ടി വരും. അതും മാറ്റി കിട്ടിയില്ലെങ്കിൽ അയക്കുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ട് നേരിടും. പ്രേംലാൽ, ന്യൂസ് ബ്യൂറോ, മുംബൈ. ദുരന്തത്തിലകപ്പെട്ട പെൺകുട്ടികളെ മർദ്ദിച്ച പ്രദേശവാസികളുടെ ക്രൂരത. ചെങ്ങന്നൂർ ഇരമല്ലിക്കര ശ്രീ അയ്യപ്പ കോളേജിലെ വിദ്യാർത്ഥിനികളെയാണ് പ്രദേശവാസികളായ ഒരു പറ്റം സ്ത്രീകൾ ചേർന്ന് മർദ്ദിച്ചത്. രക്ഷാപ്രവർത്തനത്തിനായി ഹെലികോപ്റ്റർ വിളിച്ചത് വഴി തങ്ങളുടെ മരങ്ങൾ തകർന്നു എന്ന പേരിലായിരുന്നു മർദ്ദനം. പ്രദേശവാസികളായ ഒരു പറ്റം പുരുഷന്മാർ പെൺകുട്ടികളെ വസ്ത്രം ഉരിഞ്ഞ് കാണിച്ചതായും പരാതി ഉയർന്നിരിക്കുകയാണ്. അതേസമയം കുട്ടികളെ മർദ്ദിച്ചവർക്കെതിരെ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. ചെങ്ങന്നൂർ തിരുവൻമണ്ടൂർ ഇരമല്ലിക്കര ശ്രീ അയ്യപ്പ കോളേജിലെ വിദ്യാർത്ഥിനികളെയാണ് പ്രദേശവാസികളായ ഒരുപറ്റം സ്ത്രീകൾ ചേർന്ന് മർദ്ദിച്ചത്. പ്രളയ ദുരന്തത്തെ തുടർന്ന് കോളേജ് ഹോസ്റ്റലിൽ ഒറ്റപ്പെട്ടുപോയ 30ഓളം പെൺകുട്ടികൾ സൈന്യത്തിന്റെ സേവനം തേടിയിരുന്നു. ഹെലികോപ്റ്ററിൽ സൈന്യം ഇവരെ രക്ഷപ്പെടുത്തുന്നതിനിടെ ഹെലികോപ്റ്ററിന്റെ കാറ്റുകൊണ്ട് പ്രദേശവാസികളായ സ്ത്രീകളുടെ വീട്ടുമുറ്റത്തെ മരങ്ങൾ നശിച്ചു എന്ന പേരിലായിരുന്നു മർദ്ദനം അരങ്ങേറിയത്. തങ്ങളെ സ്ത്രീകൾ മർദ്ദിച്ചതായും പ്രദേശവാസികളായ പുരുഷന്മാർ ഉടുവസ്ത്രം ഉയർത്തിക്കാണിച്ച് അപമാനിച്ചതായും ഹോസ്റ്റലിലകപ്പെട്ട ജ്യോതി എന്ന പെൺകുട്ടി തന്റെ സുഹൃത്തിനോട് വിവരിക്കുന്ന ഓഡിയോ ക്ലിപ്പും പുറത്തായി. പെണ്ണുങ്ങൾ അടിച്ചോ? ഡ്രസ്സൊക്കെ പിടിച്ച് വലിച്ച് കീറി ചയർ വെച്ച് കടിച്ച് ജോലിയുടെ പൊണ്ടെ പിടിച്ച് കഴുത്തെ പിടിച്ച് ഞങ്ങൾ ഒരാൾ മുണ്ട് പൊക്കി കാണിച്ച് അപ്പുറത്തേക്ക് നിങ്ങളുടെ അവിടെ എത്ര പേരുണ്ട്, ഞങ്ങൾ അങ്ങോട്ട് വരട്ടെ എന്നൊക്കെ ചോദിച്ച്. പെൺകുട്ടികളെ മർദ്ദിച്ച സംഭവം സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ്. രക്ഷാപ്രവർത്തനത്തിനായി ഒരു നാട് ഒന്നടങ്കം കൈകോർത്തു നീങ്ങുന്ന ഘട്ടത്തിലാണ് കേരളത്തിന് തന്നെ തീരാക്കളങ്കമായ സംഭവം അരങ്ങേറിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.